ഞാൻ തൊലിഹത്ത് റോയൽ കസ്റ്റമോട്ടേഴ്സ് കാവന്നൂർ. ഞാനിപ്പോൾ എൻ്റെ ഒരു BMW വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കുറേ പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് കവർ മൂടിയിട്ട്, പിന്നെ മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് ചൂട്, നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ വിറ്റിയിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് ശരിക്കും യെല്ലോ ഷെയ്ഡായി. ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ടെമ്പററി സൊല്യൂഷൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പെർമനൻ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ വണ്ടി വെച്ച് തന്നെ ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വാട്ടർ പേപ്പറാണ്. 600-ന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചാണ് ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നോക്കുക, നമ്മൾ ശരിക്ക മുകളിലുള്ള കോട്ടിങ് പോകുമ്പം കുറച്ചൊരു ക്ഷമ വേണ്ട പണിയാണ്. കുറച്ചൊരു ഐഡിയ ഇല്ലാതെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എന്നാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഹെഡ്ലൈറ്റ് നല്ല ഫ്രഷ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ജർമ്മൻ വാഹനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പാർട്സുകൾ നമ്മളെ ഇന്ത്യൻ കാലാവസ്ഥയായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയായിട്ട് നോക്കുമ്പം കുറച്ച് മാച്ച് ആവാത്ത രീതിയില്ല. റബ്ബർ പാർട്സ് ആണെങ്കിലും അതേമാതിരി ഇങ്ങനെയുള്ള കുറച്ച് പാർട്സൊക്കെ നമ്മളെ ക്ലൈമറ്റിന് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. റബ്ബർ പാർട്സൊക്കെ, റബ്ബർ ബീഡിങ് ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു വിഷയമുണ്ട് ജർമ്മൻ വണ്ടികൾക്ക്, BMW വണ്ടികൾക്ക്. പേപ്പർ ഇടുമ്പം പേപ്പർ ചുരക്കുന്ന സമയത്ത് ബോഡിയിൽ സ്ക്രാച്ച് ആവാക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ ഒന്നുകൂടെ സേഫ്റ്റി ആയിട്ട് ചെയ്യണം. മുകളിലെ കോട്ടിങ് മുഴുവനായിട്ട് പോകണം കേട്ടോ. അത് വെറുതെ നമ്മൾ വരച്ചിട്ട് കാര്യമില്ല. ഇതിനുള്ളൊരു കോട്ടിങ് ഉണ്ടാവും. ആ കോട്ടിങ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും കളയണം. മാക്സിമം സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. കുറച്ചൊരു ഷാമ്പു ഉപയോഗിക്കട്ടോ. എന്നിട്ട് 2000-ന്റെ ഒരു വാട്ടർ പേപ്പർ എടുക്കുക. പിന്നെ ഫൈനൽ സ്റ്റേജ് സർഫേസ് മാക്സിമം സ്മൂത്ത് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഹെഡ്ലൈറ്റ് ഒക്കെ മാറുക, BMW ഒക്കെ ഹെഡ്ലൈറ്റ് മാറുക എന്നുള്ളത് ചിന്തിച്ചാൽ അറിയാവുന്ന പ്രശ്നമുള്ളൂ. അത്രയും വില വരുന്ന സാധനമാണ്. അപ്പോൾ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ എത്ര വൃത്തി ഉണ്ടെങ്കിലും വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് മങ്ങി കിടന്നാൽ പോയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയിലും ഇത് അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. ഈ പേപ്പറോട് തന്നെ മാക്സിമം പോളിഷ് ആവും. അപ്പോൾ 600-ന്റെ പേപ്പർ ഇട്ട്, 600 ഉണ്ടെങ്കിൽ 800-ന്റെ 800 കൂടി ഫോളോ ചെയ്യുക. 800-ന്റെ പേപ്പർ ഫോളോ ചെയ്യുക.
അതിന് ശേഷം നമുക്ക് 2000 1500 ഏതെങ്കിലുമൊക്കെ ഒന്ന് പേപ്പർ ഉപയോഗിച്ചിട്ട് പോളിഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിതിന് ഉപയോഗിക്കുന്ന ക്ലിയർ ഹൈബ്രിഡ് ക്ലിയർ ആണ്. അപ്പോൾ സാധാ PU ക്ലിയർ ഒന്നും ഉപയോഗിക്കരുത്. PU ക്ലിയർ സാധാരണ വേറൊരു മൈനസ് ഉണ്ട്, അത് പെട്ടെന്ന് പിന്നെ നമ്മൾ കഴുകിയ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളൊക്കെ ശരിക്കും പെട്ടെന്ന് ഹെഡ്ലൈറ്റിന് പോകും കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് ക്ലിയർ ആകുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് പിന്നെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഹൈബ്രിഡ് ക്ലിയർ ആണ് ഉപയോഗിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാ PU ക്ലിയർ ഉപയോഗിച്ചാൽ തുടക്കുന്ന ചിലപ്പോൾ പെയിന്റിന്റെ മുകളിലൊക്കെ തുടക്കുന്ന ചെറിയ സ്ക്രാച്ച് ആണല്ലോ, ഹെഡ്ലൈറ്റിന് മങ്ങൽ വരും, അതൊരു ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് ഹൈബ്രിഡ് ക്ലിയർ ആണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാണ്. ഒരു കോട്ടടിച്ചു. ഓക്കെ, ഓവർ തിക്നെസ്സിൽ അപ്ലൈ ചെയ്യരുത്. അപ്പം നമ്മൾ ഈ ഒട്ടിച്ച ടാപ്പ് പറിക്കുന്ന സമയത്ത് ഇത് ഉണങ്ങുന്നതിന് മുമ്പേ പതുക്കെ പറിച്ചെടുക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും പിന്നെ അത് കൂട്ടിയായിട്ട് അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് വല്ല കാരണവശാലും അതിൻ്റെ മുകളിൽ ജോയിന്റ് ആയിട്ട് ക്ലിയർ ആയി നിൽക്കുകയാണ്. പിന്നെ അത് ഉണങ്ങി പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചിലപ്പോൾ ക്ലിയർ കോട്ട് പൊളിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ മാക്സിമം നല്ലോണം കെയർ ചെയ്തിട്ട് പതുക്കെ അത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പൊളിച്ചെടുക്കണം. അപ്പം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് കരുതുന്നു. അതായത് ഒരുപാട് ആളുകൾ ഹെഡ്ലൈറ്റ് ഇതേമാതിരി ഭംഗിയായിട്ട് ഒരുപാട് പൈസ ഒക്കെ മുടക്കി 1000 2000 10,000 മുടക്കി, ഇതൊക്കെ പറഞ്ഞാൽ 10,000 വരെയുള്ള ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ അതൊക്കെ പുത്തനാക്കാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന പിന്നെ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് എടുക്കുക, ഒലിക്കാത്ത രീതിയിൽ. അത്രയേ ഉള്ളൂ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയ ചിലവൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഒരു 50 ക്ലിയറും ബാക്കി സാൻഡ് പേപ്പറിൻ്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഒരു 2-3 600-ന്റെ പേപ്പർ വേണം, 800 വേണം, 1500 വേണം, 2000 വേണം. ഈ ഒരു പേപ്പറിന്റെ കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതുമാതിരി തന്നെ കുറച്ചൊരു 50 ക്ലിയറിന്റെ തിന്നറിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് 2 ഹെഡ്ലൈറ്റ് ഇത് പിന്നെ പെർമനന്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അതിപ്പോൾ 1-2 വർഷം എന്നല്ല, വർഷങ്ങളോളം ആ പുത്തനായിട്ട് തന്നെ നിൽക്കും. അത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഹൈബ്രിഡ് ക്ലിയർ ഉപയോഗിക്കണം, നല്ല ബ്രാൻഡ് ഹൈബ്രിഡ് ക്ലിയർ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഉടൻ പ്രതീക്ഷിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.